മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുടജാദ്രിയിലേക്ക് 2 ജീപ്പിൽ യാത്ര തുടർന്നു. ക്ഷേത്രത്തിൽ നിന്നും 35 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുടജാദ്രിയിലേക്കുള്ള പ്രവേശന ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് നമുക്ക് എത്താൻ സാധിക്കും. കാറുമായിട്ട് പോകുന്നവരാണെങ്കിൽ അവിടെ വരെ കാറ് ചൂസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ഉചിതം. ചെക്ക് പോസ്റ്റ് കടന്ന് ജീപ്പ് മുന്നോട്ട് കുതിച്ചു. അതെ, അക്ഷരാർത്ഥത്തിൽ ജീപ്പ് കുതിക്കുകയായിരുന്നു. ചുറ്റും പ്രകൃതി ഒരുക്കിയ ഒരു വിരുന്ന് തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കും. എടുത്തു പറയേണ്ടത് അവിടുത്തെ റോഡാണ്. എൻ്റെ അമ്മോ, ഇത് റോഡാണോ തോടാണോ എന്ന് തോന്നിപ്പോകുന്നൊരു വഴി. ആ സനുവേട്ടനോട് ഞാൻ കാല് പിടിച്ചിട്ട് പറഞ്ഞതാ മുമ്പിലിരിക്കുകയെന്ന്. പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, കേട്ടില്ല. കുറച്ചങ്ങ് പോയപ്പോഴേക്കും ഒരേ കരച്ചിൽ, എനിക്കെൻ്റെ പിള്ളേരെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. സുമേഷ് ചേട്ടൻ അപ്പം തന്നെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ പൊന്ന് സനുവേട്ട ആ കൊമ്പമീശ വെച്ച് ഇങ്ങനെ കരയല്ലേ എന്ന്. നല്ല പേടിയുണ്ടെങ്കിലും ആറ്റിറ്റ്യൂഡ് വിടാതെ കണ്ണുകൾ മുറുക്കി ചിമ്മി സനുവേട്ടൻ അങ്ങനെ ഇരുന്നു. ഇതാരോടും പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതൊരു ചെവി അറിയില്ലെന്ന് ഞങ്ങൾ അപ്പോഴേ വാക്ക് കൊടുത്തിരുന്നു. ജീപ്പിൽ നിന്നും ചാടിയും തലയും കൈയും ഒക്കെ ഇടിച്ചും തട്ടിയും മുട്ടിയും അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്തി. ഇനി ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. എല്ലാവരും ചേർന്ന് മേലേക്ക് നടക്കാൻ തുടങ്ങി. ഖത്തറിലെ കഞ്ഞിയൊക്കെ കുടിച്ച് തടിയൊക്കെ കൂടിയോണ്ട് മഹേഷേട്ടന് നടക്കാൻ പറ്റുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് പതിയെ വരാൻ പറഞ്ഞപ്പോൾ രാജാവിനെന്ത് ക്യൂ, വഴി ഒരുക്കിടാന്ന് പറഞ്ഞൊരു ഒറ്റ ഓട്ടം. ആളൊരു കൊച്ചു കില്ലാടി തന്നെ. മഹേഷേട്ടനാണെങ്കിൽ കുടജാദ്രിയിൽ മൊത്തം ബിൽഡിങ്സ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. പ്രകൃതി ഭംഗി ആസ്വദിച്ച് അങ്ങനെ നടക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്ന കുറച്ച് ടീച്ചേഴ്സിനെ കണ്ടത്. അതിലൊരു ടീച്ചർക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ശ്രീകുട്ടേട്ടൻ കൈ പിടിച്ച് കയറ്റാൻ സഹായിച്ചു. ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവരും നന്മയുള്ള ലോകമേ എന്ന പാട്ട് പാടുന്നുണ്ടായിരുന്നു. ടോപ്പിലെത്തിയപ്പോൾ ശ്രീകുട്ടേട്ടൻ പറഞ്ഞു, ഒരാളെ സഹായിച്ച ചാരിതാർത്ഥ്യത്തിൽ ഇന്നിന് സുഖമായി കിടന്നുറങ്ങാം. ഒരാളെങ്കിലും ഒരു ദിവസം സഹായിച്ചില്ലെങ്കിൽ ഒരു വൈബില്ലത്രേ. ഞങ്ങളങ്ങനെ മുകളിലേക്ക് നടന്നുകൊണ്ടേയിരുന്നു. സത്യം പറയട്ടെ, കുടജാദ്രി അത് നിർബന്ധമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്രയാണ് കേട്ടോ. അത് പോയില്ലെങ്കിൽ ലൈഫിലെ വലിയൊരു നഷ്ടമാണ്. തണുത്ത കാറ്റടിക്കുന്ന, മഞ്ഞു പുതച്ച് കിടന്ന, ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന കുടജാദ്രിയിൽ അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നു. ഇവിടെ ഇങ്ങനെ നിന്ന് ഈ കാറ്റ് കൊള്ളാനുണ്ടല്ലോ, ഒരു പ്രത്യേക സുഖമാണ്. അത് ഒരു കാരണവശാലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. നമുക്ക് ലൈഫിൽ എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ, ആ ഒരു നിമിഷം ഒന്നും നമ്മുടെ മൈൻഡിലുണ്ടാവില്ല. ലൈഫിലെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ സമ്മാനിച്ച കുടജാദ്രിക്ക് നന്ദി പറഞ്ഞ് ആ സന്തോഷം എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോയിൽ പകർത്തി ഞങ്ങൾ മലയിറങ്ങാൻ തുടങ്ങി. മടക്കയാത്ര കൂടുതൽ ഭയാനകമായിരുന്നു. പടച്ചോനെ, ഞങ്ങളിതാ പോരുന്നേ എന്നും പറഞ്ഞാണ് ഇറങ്ങിയത്. എല്ലാം കൊണ്ടും കുടജാദ്രി ഞങ്ങളെ ഹാപ്പിയാക്കി, എല്ലാവരെയും ഹാപ്പിയാക്കി. ട്രിപ്പ് മുതലായി എന്ന് അഭിയേട്ടൻ പറയുന്നുണ്ടായിരുന്നു. ലേ സനുവേട്ട എന്ന് പറഞ്ഞപ്പോൾ സനുവേട്ടൻ തിരിഞ്ഞ് അഭിയേട്ടനെ തുറച്ചൊന്ന് നോക്കി. എന്താണാവോ. മടക്കയാത്രയിൽ അധികമാർക്കും ലഭിക്കാനിടയില്ലാത്ത മറ്റൊരു എക്സ്പീരിയൻസും ഞങ്ങൾക്ക് ലഭിച്ചു. ജീപ്പിൻ്റെ ടയർ അങ്ങ് പഞ്ചറായി. ഓഫ് റോഡ്, 2 വീലർ ജീപ്പുകൾ, വളരെ ഇടുങ്ങിയ വഴി, 2 സൈഡിലും ജീപ്പുകൾ വന്ന് വഴി അങ്ങ് ബ്ലോക്കായി. ആഹാ, അടിപൊളി. എല്ലാവരും ചാടി ഇറങ്ങി. നിഖിലേട്ടന് വേർപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ജീപ്പിൽ തന്നെ ഇരുന്നു. മഹേഷേട്ടൻ എൻ്റെ കൈ പിടിച്ച് വാടാന്ന് പറഞ്ഞു. നമ്മൾ കൂട്ടിയാൽ കൂടുമെന്ന് ചോദിച്ചപ്പോൾ പഴയ എഡ്ഡിക്കും ബിലാലിനും കയറാൻ പറ്റാത്ത ഏത് കോളനിയാടാ ഇവിടെ ഉള്ളതെന്ന് ഒറ്റ ചോദ്യം. അത് കേട്ടപാട് നേരെ അങ്ങ് പോയി ജീപ്പ് അങ്ങ് പൊക്കി പിടിച്ചു, ഞാനും മഹേഷേട്ടനും കൂടെ. ഡ്രൈവർ ഏട്ടൻ പതിയെ ടയർ മാറ്റിയിട്ടു. നന്മയുള്ള കൂട്ടായ്മയുടെ നല്ല കാഴ്ചകൾ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു പ്രതിസന്ധിയെ എല്ലാവരും ചേർന്ന് നിഷ്പ്രഭമാക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. കൂട്ടത്തിൽ ഒരുത്തനൊരു പ്രതിസന്ധി വരുമ്പോൾ ഒന്നും നോക്കാതെ മറ്റെല്ലാവരും പറന്നെത്തി. കൊള്ളാം, കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. മനസ്സിലാക്കാനും സ്വീകരിക്കാനുമുള്ള പലതും ഉണ്ടാവാം. അതാണ് യാത്രയുടെ പവർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു സ്ഥലം കണ്ടു പോകുന്നതിൽ ഉപരിയായി അവിടുത്തെ സ്ഥലങ്ങളും ആളുകളും അവരുടെ സംസ്കാരവുമെല്ലാം നമ്മെ എന്തെല്ലാമോ പഠിപ്പിച്ചേക്കാം എന്നുള്ളതാണ്. ഇത്ര പ്രയാസം നിറഞ്ഞ വഴിയായിരുന്നിട്ട് പോലും ഏജ്ഡായ ആളുകളും കുഞ്ഞു കുട്ടികളെയുമായി മാതാപിതാക്കളും മല കയറുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. അത്തരത്തിൽ എല്ലാവർക്കും യാത്രകൾ പോകാൻ സാധിക്കട്ടെ, അതിനുള്ള
സമയവും മനസ്സും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുന്നതായിരിക്കും. വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ കാണാം.